പാവം ജിൻഡോന്റെ ഗെയിം പ്ലാൻ ഒക്കെ പാളി തുടങ്ങി തന്നെ പറയാം. ശ്രീതു എവിക്റ്റ് ആയപ്പോൾ ജിൻഡോ പറഞ്ഞ ഒരു ഡയലോഗ് അല്ലെങ്കിൽ ഒരു കാര്യത്തിനോട് സംസാരിക്കാനാണ് ഞാൻ പ്രധാനമായിട്ട് വന്നിട്ടുള്ളത്. ഇന്നലെ രാത്രി നമ്മുടെ ഋഷിയോട് ജിൻഡോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീതുയുടെ എവിക്ഷൻ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യാൻ പോകുന്നത് എനിക്കാണെന്ന്. അപ്പോ ഋഷി പറഞ്ഞു എന്തായിട്ട് ഇങ്ങനെ മണ്ടത്തരൊക്കെ പറയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ജിൻഡോ പറയുന്നു അതായത് ഒരു സീസണിൽ ഇങ്ങനെ കോംബോ കളിച്ച് നടന്ന ആളുടെ ഒരു വ്യക്തി ഔട്ടായി പോയപ്പോൾ ആ വ്യക്തിയുടെ വോട്ട് എല്ലാം കോംബോ കളിച്ചുകൊണ്ടിരുന്ന മറ്റേ ആൾക്കാണ് പോയത്. ഇത് പറയുന്നത് റോബിൻ ദിൽഷയെ കുറിച്ചാണ്. റോബിൻ എവിക്റ്റ് ആയപ്പോൾ വോട്ടൊക്കെ ദിൽഷയെ ജയിപ്പിച്ചു. അത് അങ്ങനെയാണ് പറയുന്നത് നമ്മുടെ ജിൻഡോ. അതിനുശേഷം പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം പ്രേക്ഷകരെല്ലാരും ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു. അതായത് നമ്മൾ അവിടെ ജയിപ്പിക്കണ്ടായിരുന്നു, വെറുതെ ജയിപ്പിച്ചു, വോട്ട് കൊടുത്തു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മണ്ടത്തരം വീണ്ടും സീസൺ 6 ആവർത്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വോട്ടൊക്കെ ഏറ്റവും അർഹതപ്പെട്ട വ്യക്തിക്ക് തന്നെ പോകും എന്നാണ് ജിൻഡോ പറയുന്നത്. ആ ഏറ്റവും അർഹതപ്പെട്ട വ്യക്തി എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ ജിൻഡോനെ തന്നെയാണ് ജിൻഡോ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല വോട്ടിംഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോ തന്നെ ശ്രീധുവിന് വോട്ട് ചെയ്ത പ്രേക്ഷകർ എന്തുകൊണ്ട് ജിൻഡോയ്ക്ക് വോട്ട് ചെയ്തില്ല? ശ്രീധുവിന് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ. അതുകൊണ്ട് ആ വോട്ട് എന്തായാലും ജിൻഡോയ്ക്ക് പോകാനുള്ള ചാൻസ് തീരെ കുറവാണ്. അർജുന് തന്നെ ആയിരിക്കും പോവുക. ഇപ്പോൾ തന്നെ വോട്ടിങ്ങിൽ വമ്പൻ അട്ടിമറി സംഭവിച്ചുകൊണ്ടിരിപ്പുണ്ട്. നല്ല മുന്നേറ്റം നമ്മുടെ അർജുന്റെ ഭാഗത്ത് നല്ല മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ കണക്കിനാണ് അർജുന് വോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പൊന്നളയാ ജിൻഡോനെ കടത്തി വെട്ടി കൂപ്പാട് ഇളക്കി കളയും, അത്രേ ഉള്ളൂ. ഭയങ്കര വോട്ടാണ് ഇപ്പൊ അർജുന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അൺഒഫീഷ്യൽ പോൾസ് നിങ്ങൾ ഏതെടുത്ത് നോക്കിക്കോ, നമ്മുടെ അർജുൻ 2ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. കുറച്ച് വ്യത്യാസമുള്ളൂ ജിൻഡോമായിട്ട്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണെങ്കിൽ ഇനി ഉണ്ടല്ലോ, നാളെ ദിവസം മറ്റന്നാൾ ദിവസം ഉണ്ടല്ലോ, ആ വോട്ടിങ്ങിൽ വമ്പൻ ട്വിസ്റ്റ് സംഭവിക്കാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. അപ്പൊ ഇതുപോലത്തെ ബിഗ് ബോസ് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി മറക്കാണ്ട് CS ഫോക്കസ് എന്ന് പറഞ്ഞ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുക കേട്ടോ.